അമ്മയുടെ ഒരു വിവരവും ഇതുവരെ കിട്ടിയില്ലല്ലോ. അമ്മേ, അമ്മേ, എന്നെ കാണുന്നില്ലേ അമ്മേ? എന്നോട് സംസാരിക്കമ്മേ, എന്നെ ഒന്ന് നോക്കമ്മേ, എന്നോട് സംസാരിക്കമ്മേ, എനിക്ക് അമ്മയെ കാണാം. അമ്മേ, ഒന്ന് തിരിഞ്ഞു നോക്കമ്മേ. അമ്മേ, അമ്മേ, എനിക്ക് എന്റെ അമ്മയെ കാണണം. വാതിൽ തുറക്കമ്മേ. അമ്മേ, വെള്ളം. അമ്മേ, ഗായത്രി ദേവിയുടെ ചിരിയാ, ഗായത്രി ദേവിയുടെ ചിരി. അതേടി, ഞാൻ തന്നെയാ ഗായത്രി, ഗായത്രി ദേവി. എന്റെ മുമ്പിൽ നിന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടെന്ന് എന്നെ ബോധ്യപ്പെടുത്താനാണോ നീ വന്നത്? പ്രഭാവതി അമ്മയുടെ ശബ്ദമല്ലേ കേൾക്കുന്നേ? അമ്മ അകത്തുണ്ടോ? അമ്മ കതക് തുറന്നേ. അമ്മേ, വാതിൽ തുറക്കാൻ. അമ്മ അകത്തുണ്ടോ? അമ്മേ, എന്റെ മുമ്പിൽ ഗായത്രി. നീ എന്താ കരുതിയത്? മന്ത്രതന്ത്രങ്ങളാൽ ആത്മബന്ധനം നടത്തിയാൽ പിന്നീട് ഞാൻ വരില്ലെന്നോ? ഇല്ല പ്രഭാവതി, നീ ഏത് തരത്തിലുള്ള ബന്ധനങ്ങൾ എനിക്ക് തീർത്താലും അതെല്ലാം തകർത്തെറിഞ്ഞ് ഞാൻ വരും. നിന്നോടുള്ള പക തീർക്കാൻ വേണ്ടി ഞാൻ ഏതറ്റം വരെയും പോകും. അത് തീർക്കാതെ എനിക്ക് ഇവിടം വിട്ടു പോകാനാവില്ല. പോകാനല്ലേ പറഞ്ഞത്? ഗായത്രി അമ്മ പ്രഭാവതി അമ്മയോടല്ലേ ഈ സംസാരിക്കുന്നത്? പക തീർക്കുന്ന കാര്യമൊക്കെ പറയുന്നുണ്ടല്ലോ. എന്ത് പകയാ ഗായത്രി അമ്മയ്ക്ക് പ്രഭാവതി അമ്മയോട് തീർക്കാനുള്ളത്? പ്രഭാവതി, നിന്റെ പട്ടിണിയും ദയനീയതയും കണ്ടിട്ടും ശേഖരമേനോന് എന്നോടുള്ള പ്രതിബദ്ധത കണ്ടിട്ടും നിന്റെ മക്കൾക്ക് നല്ല ഭാവി ഉണ്ടാകട്ടെ എന്ന് കരുതിയിട്ടുവാ ഞാൻ നിനക്ക് എന്റെ കമ്പനിയിൽ എന്റെ പ്രൈവറ്റ് സെക്രട്ടറിയായി ജോലി നൽകിയത്. ജോലിയിൽ നീ പുലർത്തിയ ആത്മാർത്ഥതയും എന്നോട് കാണിച്ച സത്യസന്ധതയും കണ്ടപ്പോ നിന്നെ ഞാൻ വിശ്വസിച്ചു. ഒരു കൂടപ്പിറപ്പിനെ പോലെ നിന്നെ ഞാൻ അതിരുവിട്ട് സ്നേഹിച്ചു. പക്ഷേ നീ എന്നോട് കാണിച്ച സ്നേഹവും ആത്മാർത്ഥതയും എല്ലാം കള്ളത്തരമായിരുന്നു. ഗായത്രി, മാപ്പ്. നിന്റെ ഉള്ളിൽ കാളകൂട വിഷമായിരുന്നു. നീ എന്നോട് കാണിച്ച സ്നേഹത്തിന് പുറകിൽ മറഞ്ഞിരുന്നത് എന്റെ സ്വത്തുക്കൾ സ്വന്തമാക്കാനുള്ള ആർത്തിയായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. അയ്യോ ഗായത്രി, മാപ്പ്. എന്നെ ഇല്ലായ്മ ചെയ്തിട്ട് ഗോപിയേട്ടന്റെ രണ്ടാം ഭാര്യയായി ഇവിടെ വന്ന് കേറി സ്വത്തുക്കൾ മുഴുവൻ സ്വന്തമാക്കാൻ വേണ്ടി നീ പദ്ധതികൾ ഒരുക്കി കാത്തിരിക്കുകയായിരുന്നു എന്ന് തിരിച്ചറിയാൻ എനിക്ക് സാധിക്കാതെ പോയി. ഒടുവിൽ നിന്റെ ലക്ഷ്യം
ആർക്കും ഒരു സംശയം തോന്നാത്ത വിധം നീ സാധിച്ചു. നിനക്ക് നിനക്ക് ഓർമ്മയുണ്ടല്ലോ. അല്ല, നീ എങ്ങനെ മറക്കാനാ? മരണം വരെ നിനക്കത് മറക്കാനാവില്ലല്ലോ. പ്രഭാവതി, നീയും നിന്റെ സഹോദരൻ പ്രതാപനും കൂടി ചതി ഒരുക്കി കാത്തിരുന്നിട്ട് അവസാനം വളരെ വിദഗ്ധമായി നീ എനിക്ക് ജ്യൂസിൽ വിഷം കലർത്തി നൽകി. ഞാനത് അറിയാതെ കുടിച്ചു. അവിടെ തീർന്നു ഗായത്രി ദേവിയുടെ ജന്മം. നിന്റെ മക്കൾക്ക് നല്ല ഭാവി ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചല്ലേ നീ എന്നെ കൊന്നത്? എനിക്ക് നിന്റെ മക്കളെ പോലെ തന്നെ പറക്കമുറ്റാത്ത ഒരു മകനുണ്ടെന്ന് പോലും ചിന്തിക്കാതെ നിന്റെ കുട്ടികൾക്ക് അമ്മ നഷ്ടപ്പെട്ട് അവരെ വേദനിക്കും പോലെ തന്നെ എന്നെ നഷ്ടപ്പെട്ട് എന്റെ മോനും വേദനിക്കുമെന്ന് ചിന്തിക്കാതെ അമ്മയെ നഷ്ടപ്പെട്ട് അവന്റെ ജീവിതം കണ്ണീരിലാകുമെന്ന് ചിന്തിക്കാതെ നീ നീ എന്നേക്കുമായി എന്നെ ഇല്ലായ്മ ചെയ്തു. നീ ആഗ്രഹിച്ച ജീവിതം നേടിയെടുക്കാൻ വേണ്ടിയല്ലേ എന്നെ കൊന്നത്? എന്നിട്ടിപ്പോ എന്തായി? ആ ആഗ്രഹങ്ങളെല്ലാം നീ നിറവേറ്റിയോ? പ്രഭാവതി, നിനക്ക് ഞാൻ ഇത്രയും നാളും ആയുസ് നീട്ടി തന്നു. എന്തിനാണെന്നറിയാമോ? വിശാലിന് വേണ്ടി. നിന്റെ സ്നേഹം കപടമാണെന്നറിയാതെ പാവം എന്റെ മോൻ നിന്നെ എന്റെ സ്ഥാനത്ത് കണ്ട് സ്നേഹിച്ചു പോയി. അവൻ എന്നെ പോലെ തന്നെ നിന്നെയും ജീവന തുല്യം കണ്ടുപോയി. നിന്നെ ഞാൻ ഇതിനു മുൻപ് കൊന്നിരുന്നെങ്കിൽ സത്യം ഒന്നും അറിയാതെ എന്റെ മോൻ നിന്റെ വേർപാടിൽ ഒരുപാട് ദുഃഖിക്കും. അതൊഴിവാക്കാനാ ഞാൻ നിന്നെ ഇത്രയും നാളും കൊല്ലാതിരുന്നത്. ഇനി നിന്നെ വെറുതെ വിട്ടാ ശരിയാവില്ല. നിന്നെ കൊല്ലണം. നിന്നെ കൊല്ലണം എനിക്ക്. ഗായത്രി, വേണ്ട, എന്നെ ഒന്നും ചെയ്യരുത്. എന്നെ ഒന്നും ചെയ്യല്ലേ. എന്നെ കൊല്ലരുത് ഗായത്രി. ഇല്ല, ഇനി നിന്നെ കൊല്ലാതിരിക്കാൻ എനിക്ക് പറ്റില്ല. ഇപ്പോ നീ എന്നെ കൊന്നതുപോലെ എന്റെ മകനെയും കൊല്ലാൻ നോക്കുക. അതിന് നിന്നെ അനുവദിക്കാൻ പറ്റില്ല. ഇത്രയും നാളും എന്റെ മരുമകൾ പാർവതി അവനെ രക്ഷിച്ചതുകൊണ്ടാ അവൻ ജീവനോടെ ഇരിക്കുന്നെന്ന് എനിക്കറിയാം. ദുഷ്ടയായ നീ എന്റെ മകനെ പോലെ തന്നെ അവളെയും കൊല്ലാൻ ശ്രമിച്ചു. ഇനി നീ ജീവനോടെ ഈ ഭൂമിയിൽ വേണ്ട പ്രഭാവതി. ഗായത്രി, അതെടി, ഞാൻ തന്നെയാണ് നിന്നെ കൊന്നത്. സ്വത്തും വകകളും ഒക്കെ സ്വന്തമാക്കാൻ വേണ്ടി തന്നെയാടി നിന്നെ ഞാൻ കൊന്നത്. കൊന്നതിന് ശേഷം ഞാൻ ആഗ്രഹിച്ചതുപോലെ ഓരോന്നോരോന്നായിട്ട് ഞാൻ നേടി. നിന്റെ ഭർത്താവിനെ ഞാൻ നേടി. ഈ ബംഗ്ലാവ് ഇത് ഞാൻ നേടി. എടി, ഈ സ്വത്തുക്കൾ മുഴുവൻ ഞാൻ സ്വന്തമാക്കിയടി. എടി, നിന്റെ ഗായത്രി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ഞാൻ നേടിയടി. കഴിഞ്ഞ 16 വർഷമായി ഞാൻ ഇവിടെ നേടിയതൊക്കെ എന്റെ വിജയമായിരുന്നടി. എടി, നീ എന്താ പറഞ്ഞത്? നിന്റെ മകനെയും മരുമകളെയും കൊല്ലാൻ ശ്രമിച്ച എന്നെ നീ കൊല്ലുവെന്നോ? ചത്ത് മണ്ണടിഞ്ഞ ആത്മാവായിട്ട് എന്റെ മുമ്പിൽ നിൽക്കുന്ന നീ എങ്ങനെയാടി എന്നെ എന്ത് ചെയ്യാനടി നീ? ഗായത്രി, പ്രഭാവതിയെ കൊല്ലാൻ നിനക്ക് സാധിക്കില്ല ഗായത്രി. നിനക്കെന്നല്ല, ഈ ഭൂമിയില് ആർക്കും സാധിക്കില്ലടി. എന്നെ കൊല്ലാൻ പറ്റുമെങ്കിൽ കൊല്ലടി നീ എന്നെ.
വാടാ ഇങ്ങോട്ട്. എന്താ അളിയ പ്രശ്നം? അളിയനോ? രണ്ടിനെ പിടിച്ച് വണ്ടി കയറ്റി വാടാ ഇങ്ങോട്ട്. നിങ്ങൾ എന്തേ കാണിക്കുന്നേ? നിങ്ങൾ എന്തിനാ ഞങ്ങളെ പിടികൂടുന്നേ? ഞങ്ങൾ എന്ത് കുറ്റം ചെയ്തിട്ടാ? നീ ചെയ്ത കുറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ എണ്ണി എണ്ണി പറഞ്ഞുതരാടി. എന്റെ സഹോദരിയെ കൊല്ലാൻ വേണ്ടി ദേ ഈ നിൽക്കുന്നവന് പ്രേരണ നൽകിയ നീയാണ്. നിനക്ക് വേണ്ടിയാ ഇവനെന്റെ പെങ്ങളെ ഇല്ലാതാക്കിയത്. അന്നു മുതൽ തുടങ്ങിയ നിരവധി കുറ്റകൃത്യങ്ങൾ നിന്റെ പേരിലുണ്ട്. ഗായത്രി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഡിസ്റ്റിലറിൽ ഉണ്ടാക്കുന്ന മദ്യത്തിന് വീര്യം കൂട്ടാൻ വേണ്ടി ആൽക്കഹോൾ കലർത്താൻ നിർദ്ദേശം നൽകിയത് നീയല്ലേ? അത് നീയാണ്. ഡിസ്റ്റിലറിൽ നടത്തിയ അന്വേഷണത്തിൽ നിന്നും അത് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഗുണ്ടകളെ ഉപയോഗിച്ച് പാർവതിയെ തട്ടിക്കൊണ്ടുപോയതിന് പിന്നിലും നീ തന്നെയാണ്. ആ ഗുണ്ടകളെ ഞാൻ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരുടെ മൊഴികളിൽ നിന്നും അതും വ്യക്തമായിട്ടുണ്ട്. ഇനി ബാക്കി കഥകളൊക്കെ നമുക്ക് സ്റ്റേഷനിൽ പോയിട്ട് വിശദീകരിക്കാം. അതുകൊണ്ട് കൂടുതൽ അട്ടഹാസമൊന്നും കാണിക്കാതെ കൂടെ വരാൻ നോക്ക്. ഡോ ഇവരെ പിടിച്ചിറക്ക്. വാടവിടെ നടക്കടാ അങ്ങോട്ട്. നിന്നോടിനി പ്രത്യേകം പറയണോ? നടക്കടേ അങ്ങോട്ട്. പ്രഭാവതി അമ്മ അന്വേഷിച്ചു പോയി വിശാൽ സാറിനെ കാണുന്നില്ലല്ലോ. സാർ ഇതെവിടെ പോയി? പ്രഭാവതി അമ്മ ഇതെവിടെയാ പോയത്? അയ്യോ, എടീ, ഞാനാ വിജയിച്ചത്. ഗായത്രി, ഈ ജീവിതത്തില് ഞാൻ തന്നെ അടി ജയിച്ചത്. നീ ഈ ജീവിതത്തില് അനുഭവിക്കാനുള്ളതെല്ലാം അനുഭവിച്ചത് ഈ പ്രഭാവതി അടി. അതിനുള്ള യോഗം എനിക്ക് അടി ഉണ്ടായത് ഈ പ്രഭാവതിക്ക്. അമ്മേ തുറക്ക്. അമ്മേ ഏട്ടാ, അമ്മേ എന്താ തുറക്ക്. അമ്മേ ഏട്ടാ, അമ്മേ എന്താ വിശാൽ? എന്താ കാര്യം? എന്താ പറ്റിയേ? എന്താ? അമ്മ അകത്തുണ്ട്. പക്ഷെ അമ്മയ്ക്ക് ഡോറ് തുറക്കാൻ പറ്റുന്നില്ല. ഞാൻ ഗായത്രി അമ്മേ, ഞാൻ എന്റെ അമ്മയെ കണ്ടു. എന്റെ അമ്മയെ കണ്ടു എന്ന്. എന്റെ ഗായത്രി അമ്മയെ, എന്റെ സ്വന്തം അമ്മയെ ഞാൻ കണ്ടു. എന്റെ അമ്മ അകത്തുണ്ട്. മാറിക്കേ. അമ്മേ, അമ്മേ. ആർക്കും ഈ പ്രഭാവതിയെ പരാജയപ്പെടുത്താൻ സാധിക്കില്ല. ഈ സ്വത്തുക്കളും ബംഗ്ലാവും കമ്പനിയും എല്ലാം എന്റേതാടി. ഈ പ്രഭാവതിയുടെ. അമ്മേ, അമ്മേ. ആർക്കും ഈ പ്രഭാവതിയെ പരാജയപ്പെടുത്താനാവില്ല. അമ്മേ, അമ്മേ, അമ്മേ. എന്താ പാർവതി കാണിക്കണേ?
ഞാൻ ഈ പ്രഭാവതിയാടി ജയിച്ചത്. അമ്മേ 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 പ്രഭാവതി അമ്മേ, എന്റെ അമ്മയെ കൊന്നത് നിങ്ങളാണല്ലേ? എന്റെ അമ്മ എനിക്ക് നഷ്ടപ്പെടുത്തിയത് നിങ്ങളാണല്ലേ? എന്റെ അമ്മയെ കൊന്നിട്ട് അമ്മയുടെ ചോര പുരണ്ട ഈ കൈകൾ കൊണ്ട് എന്നെ ചോറൂട്ടി വളർത്തിയില്ലേ? എന്തിനാ എന്തിനാ നിങ്ങളത് ചെയ്തേ? അമ്മയുടെ സ്വത്തുക്കൾക്ക് വേണ്ടിയാണോ? തരാം, അമ്മയുടെ സ്വത്തുക്കൾ മുഴുവൻ ഞാൻ നിങ്ങൾക്ക് തരാം. പകരം നിങ്ങൾ എനിക്ക് എന്റെ അമ്മയെ തരുമോ? അമ്മയെ തരുമോന്ന്? എനിക്ക് എന്റെ അമ്മയെ വേണം. എന്റെ അമ്മയെ നിങ്ങൾ എനിക്ക് തരണം. നിങ്ങൾക്ക് സാധിക്കോ? എനിക്ക് എന്റെ അമ്മയെ തരാൻ നിങ്ങൾക്ക് സാധിക്കുമെന്ന്? എന്റെ അമ്മയെ എനിക്ക് തരണം. പാർവതി, എനിക്ക് നിന്നെ ജയിക്കാൻ സാധിച്ചില്ല പാർവതി. സത്യത്തില് ഈ മുറിയിലിട്ട് നിന്നെ കൊല്ലാൻ വേണ്ടിയാ ഞാൻ നിന്നെ ഇന്നലെ ഇവിടെ വിളിച്ചു വരുത്തി മനഃപൂർവ്വം പണിയെടുപ്പിച്ചത്. പക്ഷേ ഈ പ്രഭാവതി തോറ്റുപോയി. ഞാനൊരുക്കിയ കെണിയില് ഞാൻ തന്നെ വീണു. നിനക്കൊരുക്കിയ മരണമുറി എന്റെ മരണമുറി. ഞാൻ പോലും അറിയാതെ ഞാൻ ഈ മുറിയിൽ വന്ന് കുടുങ്ങി. ഉദയന്നെ ഒരു അമ്മയിലുള്ള നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചു പാർവതി, നിന്നെ രക്ഷപ്പെടുത്തി പാർവതി. നീ രക്ഷപ്പെട്ടു. ഇപ്പൊ ഈ അവസ്ഥയില് ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുന്നായിരിക്കും നീ കരുതുന്നത്. ഇല്ല, ചത്താലും നിന്നോട് മാപ്പ് അപേക്ഷിക്കാൻ എന്നെ കിട്ടില്ല. വിശാലെ, നിന്റെ അമ്മ ദേ എവിടെയുണ്ട്? അവളെ അവളെ അമ്മേ, 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 പാർവതി, ഗായത്രി മോളെ, ചക്രേ മോളെ ഗായത്രി,
ചെല്ലു മോളെ.